ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണ ഉള്ള ഒരു ദിവസം. അപ്പോൾ അതേ നമ്മളുടെ ക്രിസ്മസ് പടിക്കലെത്തി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഡിംപിൾ കടുക് വിതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് ചാമ ഇടാണ് കേട്ടോ. ചാമ മുളയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തിക്കായിട്ട് മുളയ്ക്കുമല്ലോ, അപ്പോൾ വയൽ പോലെ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഡിംപിളിന് സ്ഥിരം ഉള്ളതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഈ ക്രിസ്മസ് കൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നും എപ്പോഴും കാണാം 2-3 നേരം ഇതിൻ്റെ ചുറ്റും നിന്നിട്ട് അത് ഇവിടെ വെച്ച് ഇതിവിടെ വെച്ചിട്ടുള്ള ഓരോ പണികൾ കേട്ടോ. അത് ട്രീ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ദേ ഇവിടെ അകത്ത് കയറി വന്നപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചൻ എണീറ്റ് ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അവന് ഞാൻ കിടക്കണ സമയത്ത് നോക്കുമ്പോൾ നല്ല കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വിളിച്ചില്ല. രാവിലെ എണീറ്റപ്പോഴാണ് പറയണത് അവനൊരു ചെറിയൊരു കുറുങ്ങലുണ്ട് എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് ഡിവൈനൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ നേരത്തോടെ ചെയ്ത് കുട്ടികളുടെ കൂടെ തന്നെ ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ചാക്കോച്ചനെ അക്കിയുടെ അടുത്താക്കാനും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിള്ളേർസിന് ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വാങ്ങിച്ചല്ലോ കേക്ക്, നിങ്ങൾ കണ്ടില്ലേ, കേക്ക് കൊടുത്തയക്കണം. അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കും പിന്നെ എന്താ പറയുക മറ്റേ മഫിൻസും മാത്രമേ കൊടുത്തയക്കാവൂ, വേറെ ക്രീമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പല കുട്ടികൾക്കും ഈ ക്രീമൊക്കെ കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാവും, ഛർദി ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വാങ്ങിയ അതുകൊണ്ട് 2 പേർക്കും കൊടുത്തയച്ചു. പോരാണ്ട് ഡിംപിളിൻ്റെ വക എന്നിട്ട് ചപ്പാത്തിയിൽ ചിക്കൻ വെച്ചിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർസിന് കൊടുത്തയച്ചത്. അങ്ങനെ പിള്ളേരുകൾ പതിവും പടി കളിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. കാരണം സമയമായിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞ് അങ്ങനെ തന്നെ നേരെ എടുത്ത് കുളിപ്പിച്ച് യാത്രയാക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പാക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ ദിവസമായി നമ്മളുടെ ഈ പ്രോഡക്റ്റ് വന്നിട്ട്. നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും കാണിച്ചിട്ടായിരുന്നു ഇത് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അങ്ങനെ പൊതിയാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു സാരമില്ല, നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ എന്താണെന്നൊന്ന് തുറന്ന് നോക്കി വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടേ അയക്കാനായിട്ട്. അപ്പോൾ ഞാൻ തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുറക്കുന്നതോടുകൂടി നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സാധനങ്ങളും നിങ്ങളെ കാണിക്കാണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതും കൂടി കാണിക്കാം. പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇൻഡസ് വാലിയുടെ പാത്രങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതും ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല, പക്ഷെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡിംപിളിനും ഡിവൈനും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിവിടെ സ്ഥിരം യൂസ് ചെയ്യണതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിരിയാണി പോട്ട്. അപ്പോൾ ഞാനിവിടെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നമുക്ക് ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഗിഫ്റ്റ് ഐറ്റമാണ് ഇത്. കണ്ടോ, ഇത് നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ എല്ലാ പാത്രങ്ങളും ഒരുവിധമൊക്കെ ഈ ഇൻഡസ് വാലി തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കും, ഒരു കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഞാനിത് വിചാരിച്ചു തുറന്നു നോക്കിയിട്ടാവാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, 2 ദിവസം മുമ്പ് നിങ്ങൾ സൺഡേ നമ്മൾ എന്തുട്ടായിരുന്നു പണി വെച്ചത്? ബിരിയാണി വെച്ചപ്പോൾ നമ്മളത് നെയ്ച്ചോറോ അങ്ങനത്തെ എല്ലാതും ഇതിനെ വെക്കാൻ 2 ദിവസം മുമ്പ് വരെ ഇങ്ങനത്തെ പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വേറെ തുറന്നു കൊടുത്തൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനാണ് ഇപ്പം ഞാനിത് പൊളിച്ചത്. ഇനി ഇതൊരു പെട്ടിയിലാക്കി ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയാണ്. അപ്പോൾ ഇതിൽ തന്നെ എഴുതിയിട്ട് ഈസി ടു ക്ലീൻ. എപ്പോഴും അതെ, ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പറയുമ്പോൾ പറയാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സാധനങ്ങൾ എപ്പോൾ അടുക്കളയിൽ തുറന്നാലും നിങ്ങൾ കാണാം ഇൻഡസിൻ്റെ പാത്രങ്ങളാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റാണ് കേട്ടോ, ഭയങ്കര വെയിറ്റാണ്. കാസ്റ്റ് അയൺ ആയാലും അത് ഭയങ്കര വെയിറ്റാണ്.
പിന്നെ നമ്മുടെ ദോശത്തവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വലിയ ചതുരൻ ദോശത്തവ, അതൊക്കെ ഇൻഡസ് വാലിയുടെയാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഇതിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡുണ്ട് ഡെൻസി 12 എന്ന് പറഞ്ഞിട്ട്, അതിൽ പറഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസി ടു ക്ലീൻ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഈവൻ ഹീറ്റിംഗ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അധിക ഭാഗം അറിയാം ഇൻഡക്ഷൻ കുക്കറിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പാത്രങ്ങളും ഇതിൻ്റെ ഇൻഡസ് വാലിയുടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരുവിധ പാത്രങ്ങളൊക്കെ ഇൻഡക്ഷനിൽ വെക്കേണ്ടതാണ്. ഒരുവിധമല്ല എല്ലാതും, മറ്റേ ദോശത്തവ അടക്കം ഇൻഡക്ഷനിൽ വെക്കേണ്ടതാണ്. പിന്നെ അത് കഴുകാൻ ഒരുപോലെയാണ് അതിൻ്റെ ചൂട് വരിക, അതാണ് ഈവൻ ഹീറ്റിംഗ്. പിന്നെ വൈഡ് ലൂപ്പ് ഹാൻഡിലൊക്കെ നമുക്കറിയാവുന്നത് കേട്ടോ, ഇങ്ങനെ ഇളകി പോകുന്ന പാറ്റേൺ ഹാൻഡിൽസ് ഒന്നുമല്ല. പിന്നെ എന്തൊട്ടാണ് ഡ്യൂറബിൾ ഡബിൾ റീഇൻഫോഴ്സ്ഡ് റിവിറ്റ്സ്, ഇതിൻ്റെ റിവിറ്ററിൻ്റെ കാര്യമാണ് പറയണത് അത്. പിന്നെ ഗ്ലാസ് ലിഡ് കേട്ടോ, ഇതാണ് അതിൻ്റെ ഗ്ലാസ് ലിഡ്. ഇത് വേറെ പ്രത്യേകിച്ചൊന്നും, ചില സമയത്ത് സ്പാച്ചുലയൊക്കെ ഫ്രീ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്തൊട്ടാ ഓൺലി ഹെൽത്തി മെറ്റീരിയൽസ്, നോ ഹാംഫുൾ കെമിക്കൽ കോട്ടിങ്സ്, പിന്നെ ലോങ് ലാസ്റ്റിംഗ് 100% ഫുഡ് സേഫ്, ടോക്സിൻ ഫ്രീ, പിന്നെ ISO. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യാസ് ഫസ്റ്റ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ട്രിപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് നല്ലതായ സാധനങ്ങൾക്ക് മാത്രം ഞാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇൻഡസിൻ്റെ എല്ലാ ഐറ്റംസും അതെ, നമ്മുടെ എത്ര പാത്രമുണ്ട്, സ്റ്റീമർ തൊട്ട് പുഴിയപ്പച്ചക്ക് കുറേ ഉണ്ട്. ഇവരുടെ ലിങ്ക് എടുത്ത് നോക്കിയാൽ നമുക്കൊരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് വാങ്ങിയ പാത്രങ്ങളൊക്കെ ഇൻഡസാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എൻ്റെ കിച്ചൺ മൊത്തം മാറ്റിയപ്പോൾ ഇൻഡസ് കൊണ്ടാണ് ഞാനൊരു കിച്ചൺ മൊത്തം ഇപ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് പാക്ക് ചെയ്ത്, ഇപ്പം എനിക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഹൗസ് വാമിങ്, അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് ഇതൊന്ന് തുറന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നത്. അപ്പം നിങ്ങൾക്കും കൂടി കാണാമല്ലോ. ഈ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കിച്ചണിലുണ്ട് ഇത്. പക്ഷേ ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പം ശരി, നമുക്ക് ബാക്കി വീഡിയോസും കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഉപയോഗിക്കുന്ന കുക്കർ, ഓരോ പാത്രങ്ങളും ഇൻഡസ് വാലിയുടെയാണ്. അപ്പോൾ എന്നോട് കണ്ടമാനം പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾ സ്ഥിരം ഞാൻ കാണുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതിന് എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ദേ രാവിലെ എണീറ്റു, ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ആ ഇൻഡസ് വാലിയുടെ ബോക്സ് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊന്നും എടുത്ത് മാറ്റണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വേഗം അത് വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ദേ പിള്ളേർസ് 3 ആളും കൂടി കളി തുടങ്ങി, അവർ കളി തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ സ്കൂളിൽ പോണതിന് മുമ്പായിട്ട് ഞാൻ എൻ്റേതായ ഒതുക്കലുകൾ ഈ ഒരു വശത്ത് കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, പട്ടികളെ ഞാൻ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല, അവിടെയൊക്കെ നിറച്ച് പൊടിയാണ്. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ അലർജി വരണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നെ അലർജി വന്നു. പിന്നെ ഇപ്പോൾ ചാക്കോച്ചനും ചെറുതായിട്ടൊരു കുറുങ്ങലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സന്ധ്യ വരെ ഇവർ അപ്പാപ്പനും മക്കളും മുറ്റത്തായിരുന്നു. അപ്പോൾ ഇവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ മുറ്റത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഫുൾ സിമെൻറ്റിൻ്റെ പൊടിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും അങ്ങോട്ട് എന്താ പറയുക ആഴത്തിൽ അങ്ങോട്ട് നോക്കിയില്ല. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് കുട്ടികളെ അകത്തിരുത്തി കളിപ്പിക്കുക. അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുറച്ച്, പിന്നെ ഇപ്പം നല്ല കാറ്റുള്ള സമയമാണ്. അപ്പോൾ മുറ്റത്തിരുന്ന് കളിക്കുമ്പോൾ അതൊരു എന്താ കുട്ടികൾക്കും അതൊരു നല്ല ഒരു ഇതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കും ചാക്കോച്ചനാണ് അത് ബാധിച്ചത്. കാരണം ഇന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ വന്നു. കാരണം ഈ സിമെൻറ്റിൻ്റെ പൊടിയും കാരണങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ദേ 3 എണ്ണം കൂടി ഇപ്പോഴത്തെ സ്ഥിരം പണിയാണ് ഈ ജീപ്പമ്മ ഇരുന്ന് കളിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒന്നെങ്കിൽ 2 പേര് ഇരുന്നിട്ട് അടുത്ത മൂന്നാമതൊരാളുന്തും. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇവർ ഇടിപ്പിച്ച് കളിക്കലാണല്ലോ മെയിൻ ഇവരുടെ കളിയായിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ നെസ്റ്റോന്ന് വാങ്ങിയ ദോശമാവായിരുന്നു. കറക്റ്റ് ആ ഒരു പാക്കറ്റ് ദോശമാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യാട്ടോ. അപ്പോൾ ഇന്ന്
നെയ് റോസ്റ്റ് അല്ല ഉണ്ടാക്കിയത്. ഇന്ന് ഇങ്ങനെ കുറച്ച് കട്ടിയുള്ളൊരു ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് എന്തുട്ടാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഗിഫ്റ്റ് വരാൻ പോണതാണ്. അപ്പോൾ അതിൽ മുന്നോടിയായിട്ട് എനിക്ക് കാണാൻ വേണ്ടി അയച്ചു തന്നതാണ് നമ്മളുടെ ഒരു കലണ്ടറാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ അറിയാണ്ട് വന്ന് പെട്ടതാണ്, പക്ഷെ അത് ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇവരുടെ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഇന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ്. ഇന്നലെ ആയിരുന്നു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവം. അപ്പോൾ അങ്ങനെ അവർക്ക് ഇന്ന് റെഡ് ആൻഡ് വൈറ്റ് ആണ് അവരുടെ തീം പറഞ്ഞേക്കണത്. അങ്ങനെ തോമുവിൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ്. പാച്ചുവിന് ഓൺലൈനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും. അപ്പോൾ ചാക്കോച്ചനും റെഡ് ആൻഡ് ബ്ലൂ തന്നെയാണ് ഇടിയിച്ചത്. അപ്പോൾ ചാക്കോച്ചനെ അക്കിരോടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ. അങ്ങനെ മൂന്നാളും തയ്യാറായി. അപ്പോൾ ചാക്കോച്ചൻ ഇന്ന് സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഞങ്ങൾ എന്തായാലും അപ്പയുടെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ ഇവർ രണ്ടാളും നിൽക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ തോമുവിന് ഇന്ന് നിങ്ങൾ പറയും മുഖച്ചായ വ്യത്യാസം ഉണ്ടെന്ന്. കാരണം എന്താ വെച്ചാൽ തല കുളിച്ചിട്ടുണ്ട്, അപ്പോൾ മുടി ഇങ്ങനെ നനഞ്ഞിട്ടാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം തോമുവിൻ്റെ മുടിയിൽ കാണാം, ഫേസിൽ കാണാം. അങ്ങനെ ഡോൺ പറഞ്ഞാലാണ് പിന്നെയും ഒന്ന് അവരവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് 2 പേരുടെയും ഫോട്ടോസ് എടുത്തിട്ട് ഡിവൈൻ അയച്ചതുണ്ടാവും. അത് ഞാൻ തംബ്നെയിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ 2 കുറുമ്പന്മാരും കൂടിയിട്ടുള്ള കളിയും ബഹളമാണ്. ഇത് കണ്ടില്ലേ, നല്ല ഡ്രസ്സുണ്ടല്ലേ. തോമുവിൻ്റെ ഡ്രസ്സ് ഫുൾ വൈറ്റ് ഷർട്ടും റെഡ് ഇതായിട്ടുള്ള സംഭവം. പാച്ചുവിൻ്റെ ആണെന്ന് വെച്ചാൽ ആ ഷൂ പാകില്ല, എന്നാലും അവൻ ഇന്ന് ആ ഷൂ തന്നെ ഇടണം. നല്ല മാച്ച് ഉണ്ട്, പക്ഷെ ഭയങ്കര ഫിറ്റാണ്. അപ്പോൾ എന്നാലും സാരില്ല, അവൻ പറഞ്ഞ സംഭവം തന്നെ ഇട്ട് രണ്ടാളും സ്കൂളിലേക്ക് യാത്രയായി. കേക്കും ഈറ്റബിൾസും ഒക്കെ കൊണ്ട് രണ്ടാളും അങ്ങോട്ട് ഇറങ്ങി. കൂടെ ഡിവൈനും ഡോണും മോനെയും കൊണ്ട് ചാക്കോച്ചിനെയും കൊണ്ട് കൂടെ പോയിട്ടോ. ഇന്ന് ഡോണിനാണ് ഡ്യൂട്ടി ഇവരെ കൊണ്ടുവന്നാക്കൽ. അപ്പോൾ പോകുന്ന വഴിക്ക് ഡിവൈനെ അവിടെ പാർലറിൽ ഇറക്കാൻ വേണം. അപ്പോൾ അതാണ് ഇന്നത്തെ അവരുടെ എന്താ പറയുക ഒരു പ്ലാൻ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ജീപ്പമ്മയാണ് ഇവരുടെ ഫുൾ കളി. പ്രത്യേകിച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണിൽ ഇറങ്ങി കളിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഫുൾ ടൈം ജീപ്പ് അല്ലെങ്കിൽ സൈക്കിൾ, ഇതാണ് 2 പേർക്ക്. പിന്നെ ഒരു പിങ്ക് വണ്ടി ഉണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിമ വന്ന് ഇടിക്കണ കാരണം ഞാനത് പൂട്ടി വെച്ചേക്കാം. അതും കൊണ്ട് ഇവരിങ്ങനെ ഓടി വന്ന് കാല് പൊക്കി വന്ന് അങ്ങോട്ട് ഇടിക്കും. അപ്പോൾ നമ്മളുടെ ജീവൻ പോവും. അപ്പോൾ ഇത് കണ്ടു, പാച്ചുവിൻ്റെ ഡ്രസ്സ് നന്നായിട്ടില്ലേ. അപ്പോൾ പാച്ചുവിന് ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവനതൊക്കെ പിടിച്ച് നിന്ന് കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടുക, അല്ലെങ്കിൽ കസിൻസിന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ എന്താ പറയുക, പണ്ടത്തെ പോലെ അല്ലല്ലോ, എല്ലാതും എന്താ പറയുക നല്ല സ്പീഡായിട്ടുള്ള സംഭവങ്ങളല്ലേ. അങ്ങനെ ചാക്കോച്ചനെ എന്താ പറയുക ചാക്കോച്ചനും തോമും പാച്ചും കൂടിയിട്ട് യാത്രയാവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ അക്കിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തില്ല ഇവർ അങ്ങോട്ടേക്ക് പോകണത്, ഞാൻ ഓർത്തില്ല. പിന്നെ ഇവരിറങ്ങില്ലല്ലോ, അക്കീനെ ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈൻ റൂട്ടിലിറങ്ങിയിട്ട് അങ്ങോട്ട് ഓടിപ്പോയി കൊടുക്കുകയും ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരിവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ഇന്ന് ചാക്കോച്ചന് ഭയങ്കര സന്തോഷമായി. കാരണം എന്നും കുട്ടി നോക്കി നിൽക്കും, എന്നെ കൊണ്ടുപോകണില്ലല്ലോ എന്ന്. പക്ഷേ ഇന്ന് എൻ്റെ മോനെ കൊണ്ടുപോകണ കാരണം അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക അവർ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊന്നും ഈ വസ്തേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വെള്ളം, ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വെള്ളത്തിൻ്റെ ഒരു പോക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് എന്താ പറയുക അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നവരാ. പക്ഷെ അവർ വന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് അവർക്ക് കറക്റ്റ് അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഫ്രണ്ടിലത്തെ 2 വീട്, ഞങ്ങളുടെ വീടും അപ്പുറത്തെ വീടിൻ്റെ ഗേറ്റും ഉണ്ടല്ലോ, അവിടെ നിന്ന് തൊട്ട് അങ്ങേ അറ്റം വരെ റോഡിൽ നിന്ന് നാളെ ആയിരിക്കും മിക്കവാറും പൊളിച്ചിട്ടാണ് ഇനി അവരെവിടെയാണ് ലീക്കെന്ന് കണ്ടുപിടിക്കേണ്ടത്. കാരണം ശരിക്കും വന്ന് അവർ പൊളിച്ചിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റോബോട്ടിനെ ഇറക്കി വിടുന്നതിൻ്റെ മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അടിച്ചെടുക്കേണ്ടതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും, പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് മുകളിൽ അടിക്കും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പോവാൻ കാത്തു നിന്നിട്ടാണ് അവരെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ പറയാറില്ല, അങ്ങനെയാണ് ഞാൻ
കഴിക്കാറ്. അപ്പോൾ മുട്ട തിളപ്പിച്ചതായിരുന്നു കേട്ടോ. ഒന്ന് മുട്ട തിളപ്പിച്ചതും കട്ടി ദോശയായിരുന്നു. എനിക്കിഷ്ടമാണ് കട്ടിയുള്ള ദോശ കഴിക്കാൻ, എനിക്ക് നല്ല ഇഷ്ടം. പ്രത്യേകിച്ച് ഇങ്ങനെ ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടി കുഴച്ച് തിന്നാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കറുകൾ കുട്ടികൾ അവിടെ നിന്ന് മറ്റേ പോസ്റ്ററുകൾ പറിച്ച് കളഞ്ഞപ്പോൾ ഞാനത് അലമാരിമ ഒട്ടിക്കാട്ടോ. എനിക്കാണ് ശരിക്കും പറഞ്ഞ ഈ സ്റ്റിക്കറുകൾ ഒട്ടിക്കണ പ്രാന്ത്. അത് നേരെ ഡിമ്പിളിന് കിട്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് അത് കേട്ടോ. ഇത് ദേ നമ്മുടെ നെറ്റ് ചെയിനാണ് കേട്ടോ. നെറ്റിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റോൺസാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. മറ്റേ നെറ്റിൻ്റെ ഉള്ളിൽ വൈറ്റ് സ്റ്റോൺസും, ഇത് മൾട്ടി കളറാണ്, ഗ്രീനും മെറൂണാണെന്ന് തോന്നുന്നു. റൂബി അല്ല, മെറൂൺ കളറാണ്. അങ്ങനെ മെറൂണും മൾട്ടി കളറാണ് ഇത്. അങ്ങനെ 2 പാറ്റേണിലാണ് വരുന്നത്. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വരുന്നില്ല. ഈ പാറ്റേൺ 2 വരുന്നത്. ഒന്ന് റൂബിയും വൈറ്റും, അതായത് മെറൂണും വൈറ്റും, ഒന്ന് ഗ്രീനും മെറൂണും വൈറ്റും. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം സമയം ഇങ്ങനെ എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം അവരവിടെ സംസാരിക്കണ നേരം കൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് മുഴുവൻ വലിച്ചു വാരിയിട്ടേക്കായിരുന്നു, അതൊന്ന് ഒതുക്കണം. മേശപ്പുറം കാര്യങ്ങളൊക്കെ ഒതുക്കണം. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുറ്റത്തത്തെ പണികൾക്ക് നിൽക്കണ കാരണം ഒതുക്കലുകൾ ഒക്കെ അവിടെ എടുക്കായിരുന്നു. അപ്പോൾ ഒതുക്കൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നാലും ഈ ഒതുക്കലും പെറുക്കലും പിന്നെ സാധനങ്ങൾ എന്താ കഴിഞ്ഞ സാധനങ്ങൾ ലൂസ് ചെപ്പുകളിലാക്കൽ, ഇതൊക്കെ എൻ്റെ പണിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ അമൂല് ബട്ടർ റീഫിൽ ചെയ്യൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പണിയായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിക്കൊണ്ടെന്നെങ്കിലും ഒന്നും റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബട്ടർ ഇന്നെടുത്ത്, അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ബട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് പുതിയ ബട്ടർ വെക്കുക. അല്ലെങ്കിൽ അടിയിലത്തെ ബട്ടർ ഒരു കാറൽ മണം ഉണ്ടാവും. അപ്പോൾ അത് മൊത്തം എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ഈ സൈഡ് മൊത്തം ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാരണം ഇവിടെ പട്ടികൾ ഈ സൈഡിലാണ് ഇപ്പോൾ ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ആക്കണം. കാർ പോർച്ചിലാണെന്ന് വെച്ചാൽ ഈ പട്ടിക്കൂടും അതും ഇതൊക്കെ ആയിട്ട് ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അറിയാം, എല്ലാം അതും വലിച്ചു വാരിയിട്ടേക്കുക. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് ഈ ഭാഗം മൊത്തം ഒന്ന് വെടുപ്പാക്കുക എന്ന് പറയില്ലേ, ആക്കി മുഴുവനൊന്നും ആയിട്ടില്ല കേട്ടോ. അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ട് ചെയ്തു. കാരണം കുട്ടികളെ കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണിനോട് തൽക്കാലം അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേക്കും ഡിവൈൻ അവിടെ നിന്ന് വന്ന് അക്കീടെ അവിടെ വന്നു. അപ്പോൾ ഡിവൈൻ ഇന്ന് അക്കീടെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും സമയം ഒരുവിധമായി. അപ്പോൾ ഇവിടെ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടച്ചോറാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അതും അച്ചാറും പപ്പടവും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു സൂത്രപ്പണി എന്നുള്ള പോലെ അത് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ കിടാങ്ങൾ വന്ന വഴിക്ക് വെള്ളം ഐസ് വാട്ടർ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു കുറുങ്ങൽ വന്നു എന്ന്. അപ്പോൾ അവനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വല്ലാണ്ട് വൈകിയില്ല, ഉടനെ കൊണ്ടുപോയി. അവർ വന്ന വഴിക്ക് അവർ കുട്ടികളെയും തോമു കൂടെ പോയിട്ട്, തോമു ഇവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല, കൂടെ 2 കൂടി പോയി. അങ്ങനെ ഞാൻ വേഗം ഇത് കഴിച്ചു. ഞാനും ഡാഡിയും ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നമ്മളുടെ ഒതുക്കലിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കാരണം അല്ലാണ്ട് ശരിയാവില്ല. നമ്മൾ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റാൽ പിന്നെ 7 മണിയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചൂടില്ല, കാറ്റുള്ള കാരണം സുഖമാണ്. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ പറ്റിയ സമയം ഇതാണ്. അതെൻ്റെ അമ്മച്ചിയും പറയുമായിരുന്നു. നവംബർ ഡിസംബർ ജനുവരി മാസം നമുക്ക് എന്ത് പണിയെടുക്കാൻ തോന്നും. കാരണം ഒരു ചെറിയൊരു കാറ്റ് വരും, അപ്പോൾ ചൂടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സമയത്താണ് ശരിക്കും നമ്മൾ പണിയെടുക്കുക. ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചൂടോണ്ട് തളർന്നിട്ട് ഒരു പണിയെടുക്കാണ്ട് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സമയത്ത് പറ്റാവുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരിത്. അങ്ങനെ ഞാൻ വേഗം തുണികളൊക്കെ, ഇനിയിപ്പോൾ പരിയപ്പുറമാണ് ഒതുക്കാനുള്ളത്, അപ്പോൾ ഞാൻ തുണികളൊക്കെ വേഗം കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞ് ഡാഡി ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അതായത് നമ്മൾ കുറേ മണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിലായപ്പോഴേക്കും ചാക്കോച്ചൻ മടങ്ങി വന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നെബുലൈസ് ചെയ്യണം, പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്ന് കുട്ടീനെ അവിടെ കൊടുത്തതിന് ശേഷം ഈ വശത്തേക്ക് വന്നു. അപ്പോൾ ഡോൺ അവിടെ നിന്ന് ഹബ്ബിൽ നിന്ന് മറ്റേ എന്താ അതിന് പേര് പറയാൻ എനിക്കറിയില്ല കേട്ടോ.
അത് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്, കാരണം ഈ കുമ്മായപ്പൊടി അവിടെ നിൽക്കണത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. കാരണം പറ്റണില്ല കുട്ടികൾക്ക്. ഇപ്പം നമ്മൾ അകത്ത് കയറുമ്പോഴായാലും കാലിൻ്റെ അടിയിൽ വെള്ള കളർ ആ കുമ്മായാണ്. അപ്പോൾ ഡോൺ ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ, ഇവിടെ മാത്രമല്ല കേട്ടോ, 3 ഭാഗവും ഫുൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് ഫുൾ പൊടിയും അതൊക്കെ കളഞ്ഞു കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പൊടി അങ്ങോട്ട് മാറിപ്പോയി, ഫുൾ ക്ലീൻ ചെയ്തു. ഇനി അത്യാവശ്യം ചട്ടികളിൽ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു പണി. അപ്പോൾ അത് കണ്ടോ, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തന്നെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, ഒക്കെ അടുപ്പിച്ച് തന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചെടിച്ചട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അലക്കുകല്ലാണ് എൻ്റെ ചെടി നടുന്ന സ്ഥലം. ഇനിയിപ്പോൾ ഈ കാണുന്ന കാലിച്ചട്ടികളിലൊക്കെ ഇളകൾ പറിച്ച് വെക്കണം, അല്ലെങ്കിൽ പുതിയ കുറച്ച് ചെടി വാങ്ങി വെക്കണം. അത് സാധാരണ ചെടികൾ, അല്ലാണ്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും വേണ്ട ഇനി. കാരണം അതെങ്ങാനും നനയ്ക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ പിന്നെയും അത് വാടിപ്പോവും. അപ്പം ഞാൻ മാക്സിമം അടുപ്പിച്ച് വെക്കാവുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ എന്താ പറയുക, നനയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നേരം കിട്ടിയില്ല എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പറയാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ പറയുന്ന ആൾ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുപ്പിച്ച് പൈപ്പിനോടടുത്ത് അല്ലെങ്കിൽ ഓസ് എത്താവുന്ന തരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഇരിക്കെ ഞാൻ ചായ വെച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ ചായ എന്ന് പറഞ്ഞാൽ മസാല ടീ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് മസാല ചായ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറേ മുമ്പ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അയച്ചു തരല്ല, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടാനും വലിയ താമസമൊന്നുമില്ലെന്ന്. ഞാൻ ഷോപ്സിൽ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ അതിൽ മറ്റേ മസാല ചായന്ന് ടീന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വരുത്താം. അപ്പോൾ ഇപ്പോൾ ദേ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോൺ നമ്മുടെ പിള്ളേർസിനെയും കൊണ്ട് ലുലു അല്ല, ഹൈലൈറ്റ് മാളിലേക്കൊന്ന് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാനും ഡാഡിയൊക്കെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ചാക്കോച്ചൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേണ്ട, അവനെ നെസ്റ്റോയിലേക്ക് പോലും കുറേ കാലങ്ങളായിട്ട് കൊണ്ടുപോകാറില്ല. എന്തോ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവന് പറ്റാത്തതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോബോട്ട് മറ്റേ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറേ ദിവസമായിട്ട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് റോബോട്ടിനെ അധികം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള അഴുക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഡോൺ വേഗം പോയിട്ട് വേഗം വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. മറ്റേത് ബട്ടർ കേക്ക്, അത് നമുക്ക് കിട്ടേണ്ടതാണ്. ഇത് കാലിക്കറ്റ് ഹലുവ, മിൽക്ക് ഹലുവ. അപ്പോൾ അവർ കോഴിക്കോടൻ ഹലുവ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു 19 വെറൈറ്റി ഹലുവയുണ്ട് എന്ന് പറയുന്നുണ്ട്. മുന്തിരിയുടെ അതിൻ്റെ ഇത് കാരമൽ ഫിംഗേഴ്സ് കൊണ്ട് ക്രേസ് ബിസ്ക്കറ്റ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളുടെ ലോട്ടസ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, ബിസ്കഫേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളും, നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ്. അതിൻ്റെ അത്ര വില ഇതിനില്ല. പക്ഷേ എന്തോ ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ ബിസ്ക്കറ്റൊന്നും അധികം തിന്നാത്ത ആളാണ്, പക്ഷേ ഇതെന്തോ ഫ്ലേവർ എനിക്കിഷ്ടമായി. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങളന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ 3 പേർക്കും ഷർട്ട് നമ്മൾ ഷാഡോസിൽ തയ്പ്പിച്ചതാട്ടോ. അപ്പോൾ ഷാഡോസിൽ നിന്ന് 3 പേരുടെയും മറ്റേ ഷർട്ട് അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ ശരിക്കും പറഞ്ഞാൽ അത് ഇന്നലെ കഴിഞ്ഞതാണ്, നമ്മൾ വാങ്ങിക്കാൻ വിട്ടുപോയതാണ്. ഇന്ന് ഇത് ഇട്ടിട്ട് 3 ആൾക്കും ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ചാക്കോച്ചൻ എല്ലാം എന്താ പറയുക തകിടം മറിച്ച് കളഞ്ഞു. ഇത് നമ്മുടെ ഗോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. ഗോവയ്ക്ക ഒന്ന് വേവിച്ചിട്ട്, നല്ലോണം ഒന്നും വേവിക്കേണ്ട, വേവിച്ചിട്ട് നമ്മളൊന്ന് ചതച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇത്തിരി ഗരം മസാലയും ഉപ്പും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിരുമ്മിയിട്ട് അത് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ആദ്യം പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ ഇത് വറുത്തു. അത് കഴിഞ്ഞിട്ട് അതേ സംഭവത്തിൽ മുട്ട പൊരിക്കാനായിട്ട് ഇട്ടു. അപ്പോൾ ആ മസാലയിൽ ഞാൻ മുട്ട പൊട്ടിച്ചിട്ടത്, കാരണം നമ്മൾ വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാണ്ട് എന്താ പറയുക കാണിക്കാൻ വേണ്ടി അതിൽ നിന്ന് മാറ്റി ഗ്ലാസ്സിലാക്കി ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മളെങ്ങനെയാണോ ചെയ്യുക അതുപോലെയാണ്. അപ്പോൾ അതേ ചട്ടിയിലാണ്. അപ്പോൾ 3നും കൂടി ഒരൊറ്റ ചട്ടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറ്റേ മുട്ട അടിച്ച് അപ്പോൾ അതിലത്തെ മസാലയും മൊത്തം ഇങ്ങോട്ട് പോന്നു. അങ്ങനെ അടിച്ച് നല്ല കഞ്ഞിയും വെച്ച് ഇന്ന് രാത്രി കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ സംഭവം. മുട്ട വേറൊന്നുമല്ല, വെറുതെ പച്ചമുളകും വേപ്പിലയും നല്ലോണം ഇട്ട് അതിൽ കുറച്ച് നാളികേരം ഇട്ട് അങ്ങനെയാണ് ഞാൻ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത്തിരി പാലൊഴിച്ചു മുട്ടയിൽ. അപ്പോൾ ഞാൻ വന്ന് നോക്കായിരുന്നു ആരാണ് ഈ സ്ഥാനം പിടിച്ചത് നോക്കിയപ്പോൾ കിയയാണ്
ആ പുതിയ ഒറ്റ ബെഞ്ച് പിടിച്ചിട്ടുള്ളത്. മറ്റേത് ഒരാൾ താഴ്ത്തും കിടന്നു, ഒരാൾ ഇപ്പുറത്തും കിടന്നു. ഇനി 2 ദിവസം എടുക്കും അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട്. അങ്ങനെ ഈ വശം മുഴുവൻ ഞാൻ ശരിക്കും പെറുക്കി എടുത്തപ്പോൾ ഒരു വശം മുഴുവൻ വെക്കാവുന്ന ആ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ അകത്ത് വെക്കാൻ പറ്റണില്ല. അക്കിയും അതേ അകത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ചീഞ്ഞു പോയി എന്ന് പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് ഉണ്ടായത് അനുഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പുറത്ത് അവിടെ നിൽക്കട്ടെ, പിന്നെ എടുത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അപ്പാപ്പന് ഉമ്മ കൊടുക്കാൻ പോയപ്പോൾ അപ്പാപ്പനെ കളിയാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ, പറ്റിച്ചിട്ട് പോന്നു. അപ്പോൾ ഡിവൈനും കുട്ടികളും ഡോണും കയറി. അപ്പോൾ ചാക്കോച്ചന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് നെബുലൈസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അവൻ ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെ ഇനി കോട്ടയത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഡിവൈനും കുട്ടികളും കൂടി പോകാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട്, കുട്ടികളെയും കൊണ്ട് ഡിവൈൻ പോകേണ്ടത്. അപ്പോൾ ഡിവൈൻ എന്തായാലും പോയിട്ട് വരാം, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, നാളെ ഈ നേരമാകുമ്പോൾ പറയാം എന്തായി എങ്ങനെയായി എന്നുള്ളത്. അവന് തോമുന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്തേക്കാണ് കേട്ടോ. അങ്ങനെ പാച്ചൂട്ടൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാച്ചൂട്ടിന് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ പാച്ചും ഓച്ചും അങ്ങോട്ട് പോയി, ഡാഡി കിടന്നു, എല്ലാവരും കിടന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനാണ് പിന്നത്തെ ആൾ. നമ്മുടെ ഇൻസ്പെക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ എല്ലായിടത്തും ഒന്ന് നോക്കി മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്നതിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയത്, എനിക്ക് തോന്നുന്നു വാങ്ങിയ സമയത്ത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു വർഷത്തോളം ഏകദേശം ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ 3ാമത്തെ ട്രിപ്പാണത് വാങ്ങിക്കണത്. അപ്പോൾ അത് ഇവിടെയാണ് എൻ്റെ വെക്കണ സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോഴാണ് ഓർത്ത, അയ്യോ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇതിന് നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അത്ര അധികം വിലയൊന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് വാങ്ങിയപ്പോൾ മിനിമം 2 ഐറ്റം എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണിത്. 6 പീസ് വീതം 2 സെറ്റ് വാങ്ങി കേട്ടോ. അതിൻ്റെ പേര് എന്നിട്ട് സ്റ്റീൽ വയർ ഡിഷ് വാഷ് ക്ലോത്ത് എന്നാണ് അതിൻ്റെ പേര്. കാണുമ്പോൾ തുണിയാണ്, പക്ഷെ നമ്മൾ അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അഴുക്കും കാര്യങ്ങളും പോവും. നല്ല കാണുമ്പോൾ ഒരല്ല, പക്ഷേ നല്ല ഇത്. പ്രത്യേകിച്ച് ഇൻഡസ് വാലിയുടെ ചട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കരി പിടിച്ച് ഇങ്ങനെ എണ്ണമയമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇനി ഇത് വൃത്തിയാവില്ല എന്ന്, പക്ഷെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സാധാരണ പറയുന്ന പോലെ ഞാനൊരു പ്രൊമോഷൻ പോലെയല്ല ഞാൻ ഇൻഡസ് വാലിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ. ഒരിടയ്ക്ക് എൻ്റെ പാത്രത്തിന് ഫുൾ കംപ്ലൈൻ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഫുൾ ഇൻഡസ് വാലിയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാം. എൻ്റെ കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.